തുണി കുറഞ്ഞു വരികയാണല്ലോ. പണ്ട് ഹറാമായിരുന്നത് പണമായതോടെ ഹലാലായി. ബ്യൂട്ടി ബ്ലോഗർ എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രശസ്തിയായി. പിന്നീട് ബിഗ് ബോസിലേക്ക് എത്തിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. ആദ്യം നെഗറ്റീവും പിന്നീട് പ്രേക്ഷകരിൽ സ്നേഹവും ഉണ്ടാക്കിയെടുക്കാൻ ജാസ്മിന് സാധിച്ചിരുന്നു. സഹമത്സരാർത്ഥിയായ ഗബ്രിയുമായുള്ള സൗഹൃദമായിരുന്നു ഇതിന് കാരണം. ബിഗ് ബോസ് അവസാനിച്ചതിന് ശേഷവും സോഷ്യൽ മീഡിയ ലോകത്ത് ജാസ്മിൻ സജീവമാണ്. ആരോപണങ്ങൾ ഒരു വഴിക്ക് നടക്കുമ്പോഴും ഷോയ്ക്ക് ശേഷവും ഗബ്രിയുമായുള്ള സൗഹൃദം കാത്തു സൂക്ഷിക്കുന്നുണ്ട് ജാസ്മിൻ. ഗബ്രിയും താനുമായി പ്രണയമില്ലെന്നും എല്ലാ കാലവും ഒരു സൗഹൃദം തങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുമാണ് ജാസ്മിൻ അടുത്തിടെ പറഞ്ഞത്. ബ്യൂട്ടി വ്ളോഗറായ ജാസ്മിൻ യാത്രകളും വർക്കുകളുമൊക്കെയായി ഷോയ്ക്ക് ശേഷം കൂടുതൽ സജീവമാണ്. കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ ബിഗ് ബോസിന് ശേഷം കരിയറിൽ ശ്രദ്ധിച്ചു തുടങ്ങിയതിനാൽ കൊച്ചിയിൽ ഫ്ളാറ്റ് എടുത്താണ് താമസം. കൊളാബ് വർക്കുകളും മറ്റും നിരന്തരമായി വരുമ്പോൾ കൊല്ലത്ത് നിന്ന് കൊച്ചി വരെ ദിവസവും യാത്ര ചെയ്യുക എന്നത് ബുദ്ധിമുട്ടുള്ള ഒന്നായതോടെയാണ് കൊച്ചിയിൽ താമസം തുടങ്ങിയത്. ഇപ്പോഴിതാ ജാസ്മിൻ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച പുതിയ റീലാണ് ചർച്ചയാകുന്നത്. കുഞ്ചാക്കോ ബോബന്റെ പ്രണയ ചിത്രങ്ങളിലൊന്നായ മുല്ലവള്ളിയും തേന്മാവും സിനിമയിലെ താമര നൂലിനാൽ എന്ന് തുടങ്ങുന്ന ഗാനത്തിനാണ് ജാസ്മിൻ റീൽ ചെയ്തിരിക്കുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള സ്ലീവ്ലെസ് കുർത്തിയായിരുന്നു ജാസ്മിന്റെ വേഷം. ടോപ്പിന് ചേരുന്ന തരത്തിൽ സിമ്പിൾ ഹെയർ സ്റ്റൈലും ആഭരണങ്ങളുമാണ് ജാസ്മിൻ ധരിച്ചത്. ആദ്യമായാണ് സ്ലീവ്ലെസ് ടോപ്പ് ധരിച്ച് ജാസ്മിൻ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത്. മുസ്ലിം മതവിശ്വാസിയാണ് ജാസ്മിൻ എന്നതുകൊണ്ട് തന്നെ തട്ടമിടാത്തതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജാസ്മിന്റെ പുതിയ റീലിന് വിമർശിച്ചുള്ള കമന്റുകൾ വന്നത്. തുണി കുറഞ്ഞു വരികയാണല്ലോ എന്നാണ് ഒരാൾ കമന്റ് ചെയ്തത്. അക്കൗണ്ട് ബാലൻസ് കൂടുമ്പോൾ കേരളത്തിലെ പെണ്ണുങ്ങളുടെ തുണി കുറയുമെന്നാണ് മറ്റൊരാൾ അതിനുള്ള മറുപടിയായി കുറിച്ചത്. ഇതൊരിക്കലും ജാസ്മിനിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രശസ്തിയും പണവും മാത്രമാണല്ലോ ഇപ്പോൾ മെയിൻ. ഒരിക്കൽ നിങ്ങളെ കഠിനമായി പിന്തുണച്ചതിൽ ഖേദിക്കുന്നു. നിങ്ങൾക്ക് അർഹമായത് ഉടൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തൊക്കെ കാണണം ജാസ്മിനെ എന്നിങ്ങനെയാണ് കമന്റുകൾ.